ഈ ഒരു സൈഡ് ചേരുമ്പോൾ ഉണ്ടാ അങ്ങനെ സൈഡിൽ ഗ്യാപ്പും ഉണ്ടാകും. നമ്മൾ ഇവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, സൈഡ് തന്നെ ചേർന്ന് വരും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഒരുപാട് എടുത്തുകൊണ്ട് ഓടി ഒന്നും പോവുകയേ ചെയ്യരുത്. കാരണം കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലെ ഗ്യാപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കണ്ട രണ്ട് സൈഡിലെ ലെവലുകൾ ഒരുപോലെ ഇവിടെ രണ്ട് സ്ലോപ്പുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ രണ്ട് സ്ലോപ്പാണ്, വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാർ പോർച്ച് കിടക്കുന്ന ഒരു വാഹനം കൃത്യമായിട്ട് ഇതുണ്ടല്ലേ ഇവിടുന്ന് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങണം. കണ്ട ഇങ്ങോട്ട് ഇറങ്ങണം, ഫ്രണ്ട് ഇറങ്ങി വരുന്നതും അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോയിട്ട് അത് റിവേഴ്സ് കയറ്റി ഇടുന്നതും കൃത്യമായിട്ട് അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? തെങ്ങണ പുന്നക്കുന്ന്, തെങ്ങണ പുന്നക്കുന്ന് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്കും ഇതുപോലെ പ്രയാസമാണ് വീട്ടിൽ നിന്നൊരു വാഹനം എടുക്കുവാൻ, അതുപോലെ തന്നെ റിവേഴ്സ് കയറ്റിയിടുവാനും, അതുപോലെ തന്നെ ഫ്രണ്ട് കയറ്റിയിട്ട് റിവേഴ്സ് ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. അത് ഇത് രണ്ടും ഞാൻ കൃത്യമായിട്ട് ഇത് കാണിച്ചിരുന്നതാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യമേ ഫ്രണ്ട് ഇറങ്ങി വരുന്നത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ വാഹനത്തിൽ കയറിയിരുന്ന് വാഹനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, വാഹനം എടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. അതായത് ഞാനിപ്പം വാഹനത്തിൽ കയറിയിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ സീറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആക്കി വെച്ചു. നമ്മൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളിപ്പോ ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡ് ചേർത്തിറങ്ങണം. ഈ ഒരു സൈഡ് ചേർത്തിറങ്ങിയതിന് ശേഷം നമ്മളിപ്പം ലെഫ്റ്റിലോട്ട് പോകായതുകൊണ്ട് നമ്മൾ ഈ റൈറ്റ് സൈഡ് ചേർത്തിറങ്ങുക. എന്നിട്ട് നമ്മളിവിടെ ക്ലച്ചിലും ബ്രേക്കിലും സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഇറങ്ങാൻ. നിങ്ങൾ ഒരുപാട് ക്ലച്ചിൽ നിന്ന് എടുക്കുകയും ചെയ്യരുത്. നമുക്ക് ബ്രേക്കിൽ നിന്ന് അയവാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് നിങ്ങൾ എടുക്കണ്ട, സ്വല്പം ക്ലച്ച് ബ്രേക്കിൽ നിന്ന് അയച്ചയച്ച് ഇതായിട്ടല്ല ഈ ഒരു സൈഡ് ചേർത്ത് തന്നെ എടുത്തിട്ട് നമുക്ക് ഷോൾഡർ ചരിച്ച് നോക്കണം രണ്ട് സൈഡിലും വണ്ടി ഉണ്ടോ ഇല്ല. പതിയെ ഇറങ്ങുക, കണ്ടില്ല ഇങ്ങനെ പതിയെ ഇറങ്ങുക. ഇറങ്ങിയതിന് ശേഷം രണ്ട് സൈഡിലും വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഫുള്ള് നമ്മൾ ലോക്ക് ചെയ്യുക, സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യുക. കാരണം നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്യുന്ന പറഞ്ഞാലും നമുക്കിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ തട്ടത്തില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ തട്ടാതെ തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ ഇറങ്ങാം. ഇത് കണ്ടില്ലേ, കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഇവിടുന്ന് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ച് നമ്മൾ റിവേഴ്സിൽ ഇറങ്ങേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടുന്ന് വരുമ്പം നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വരിക. ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വന്നതിന് ശേഷം ഇത് കണ്ടില്ലേ, നമുക്ക് വീട്ടിലോട്ട് കയറണം. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വരിക. ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വന്നതിന് ശേഷം നമുക്ക് ഗേറ്റ് കാണുന്നു. ഈ ഗേറ്റ് കാണുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഓടരുത്. ക്ലച്ചിൽ നിന്ന് താങ്ങി ചെറുതായിട്ട് ആസിട്ട്, അതായത് ഒരുപാട് ആസിട്ടും കൊടുക്കണ്ട. കണ്ടില്ലേ, നമുക്ക് രണ്ട് ഗേറ്റിനകത്തോട്ട് കയറണം വണ്ടി. രണ്ട് ഗേറ്റിനകത്തോട്ട് കയറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വീൽ എന്ത് ചെയ്യാം, നമ്മൾ നിവർത്തി കൊടുക്കുക. കണ്ടാ കൃത്യമായിട്ട് ഇങ്ങനെ നമുക്ക് കയറ്റി വെക്കാം. കണ്ടാ കൃത്യമായിട്ട് നമുക്ക് കാർ പാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതുണ്ട്, നമ്മളിപ്പോൾ റിവേഴ്സ് എടുക്കാൻ പോണേ. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിലാണോ നമ്മൾ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം ചേർക്കാൻ പറ്റും. നമുക്കിപ്പോൾ റൈറ്റിലാണ് നമുക്ക് പോകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് സൈഡിലെ മതിലിനോട് ചേർത്ത് തന്നെ പതുക്കെ. കാരണം ഇവിടുന്ന് കൂടുതൽ ഓടിക്കരുത്, കാരണം ഇവിടെ സ്ലോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് സൈഡിലും വാഹനങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വരിക. ആ മതിലിനോട് ചേർത്ത് തന്നെ വന്ന് ഇതല്ലേ ആ മൂല എത്തുന്നിടം വരെ, കാരണം ചേർന്ന് വന്നാലേ നമുക്ക് ഇവിടുന്ന് ഫുൾ ഒടിയാൻ പറ്റത്തുള്ളൂ. അവിടെ ഫുള്ള് നമ്മൾ ചേർന്ന് വന്നു. നമുക്ക് ആ ബാക്കിലെ ഹാൻഡിൽ ലോക്കുമായിട്ട് ആ ലെവൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഫുള്ള് ലെഫ്റ്റിലേക്ക് ഒടിക്കുക. അല്ലേ, ലെഫ്റ്റിലേക്ക് ഒടിച്ച് നമ്മൾ ചേർന്ന് വന്നുകൊണ്ടാണ് നമുക്ക് ഈ ഫ്രണ്ട് റൈറ്റ് സൈഡ് തട്ടാതെ കറക്റ്റായിട്ട് ഇറങ്ങാം. കണ്ട ബാക്കിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഇറങ്ങാം. കണ്ട ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ബാക്കിലേക്കും ഇതുപോലെ എടുക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്ലച്ച് നിങ്ങൾ ഒരുപാട് എടുക്കരുത്. കാരണം ക്ലച്ച് എടുക്കുന്നതുകൊണ്ടാണ് ഭയങ്കര സ്പീഡിൽ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് റിവേഴ്സ് കയറ്റി ഇടണം. നമ്മൾ ഇങ്ങനെ വന്നു, ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത്, കാരണം നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് നമ്മൾ ഒരു സൈഡ് തന്നെ ചേർത്ത് വേണം. കാരണം നമുക്ക് വലിയ ഗ്യാപ്പുകൾ ഇല്ലാത്തതുകൊണ്ട്, വലിയ വീതി ഇല്ലാത്തതുകൊണ്ടും, കയറേണ്ട ഗേറ്റിന് അത്ര കയറേണ്ട വീതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് ചേർത്ത് തന്നെ വേണം കയറാൻ. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് ചേരുമ്പോൾ കണ്ടാ അങ്ങനെ സൈഡിൽ ഗ്യാപ്പും ഉണ്ടാകും. നമ്മൾ ഇവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഒടിച്ചു കൊടുക്കുക. കണ്ടാ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് തന്നെ ചേർന്ന് വരും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഒരുപാട് എടുത്തോണ്ട് ഓടി ഒന്നും പോവുകയേ ചെയ്യരുത്. കാരണം കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലും ഗ്യാപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. കണ്ടാ നമുക്ക് ഒരുപാട് വണ്ടികൾ എടുത്തോണ്ട് നിങ്ങൾ ഓടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ട് എത്ര തിരിക്കണം എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് ഒരു മനസ്സിലാകാത്തതും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയാത്തതും. കണ്ടില്ലേ, അപ്പൊ നമുക്ക് രണ്ട് സൈഡിലെ ലെവലുകൾ ഒരുപോലായി. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, റൈറ്റ് സൈഡിലും ബൈക്ക് ഇരിപ്പുണ്ട്. രണ്ട് സൈഡിലും ഗ്യാപ്പുകൾ ഒരുപോലെ ആയതിനു ശേഷം വീല് നേരെയാക്കി എന്ത് ചെയ്യാം, ഇതുപോലെ കയറ്റി കഴിഞ്ഞാൽ. അപ്പം ഇവിടെ രണ്ട് സ്ലോപ്പുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ രണ്ട് സ്ലോപ്പാണ്, വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ലച്ച് നിങ്ങൾ ഒരുപാട് തിരുന്നത് നമുക്കൊരു ഉരുളിച്ച കിട്ടുന്നത് അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കാവൂ. ഇത് കണ്ടില്ലേ,
കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ കാണിച്ചതും പറഞ്ഞതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡ് ചേർത്ത് തന്നെ ഇറങ്ങുക. കാരണം നമ്മൾ ഈ ഒരു സൈഡ് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങേണ്ടത് കൊണ്ട് നമ്മളൊരു കാരണവശാലും ചെയ്തത് ഈ ഒരു സൈഡിലോട്ട് ഇറങ്ങരുത്, ഈ ഒരു സൈഡിലോട്ട് ആക്കണം നമ്മൾ. കാരണം നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോകേണ്ടത് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്തിറങ്ങി നമ്മൾ പതിയെ ബ്രേക്ക് അയച്ചു നമുക്ക് രണ്ട് സൈഡിലും കാണുന്നവരെയും എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലച്ച് എടുത്തോണ്ട് പോകരുത്. ബ്രേക്ക് ചെയ്യുന്ന മാത്രം അയച്ചു. നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന മാറുവാണ് പിന്നെ ക്ലച്ച് എടുക്കേണ്ട കാര്യമില്ല. ബ്രേക്ക് നയപ്പോൾ വണ്ടി ഉരുളുന്നുണ്ടെങ്കിൽ ബ്രേക്ക് അയച്ചു കൊടുക്കുക. രണ്ട് സൈഡിലും കാണത്തക്ക വേണ്ട നമ്മുടെ ഷോൾഡർ കഴിച്ച് കാണത്തക്കോലെ ഇവിടെ കൊണ്ട് നിർത്തുക. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകേണ്ടത് ഇങ്ങോട്ട് ഒടിച്ച് എടുക്കുക. പതിയെ എടുത്തിട്ട് ഇങ്ങനെ ഒടിയുന്ന വണ്ടി ഒടിച്ച് വെച്ചിരിക്കുന്ന വണ്ടിക്ക് ഭയങ്കര സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും പ്രത്യേകിച്ച് ഇറക്കമാണ്, അപ്പോൾ ഭയങ്കര സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഒടിച്ച വണ്ടി ബ്രേക്ക് മാറി ക്ലച്ച് എടുക്കരുത്. ഈ ഒരു സൈഡിലോട്ട് അങ്ങ് കൂടുതലായിട്ട് അങ്ങ് പോകും. അപ്പൊ വീല് നിവർന്നതിന് ശേഷം മാത്രമേ ബ്രേക്ക് മാറി എന്ത് ചെയ്യുക, ക്ലച്ച് എടുക്കുക. ആ രീതി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗേറ്റ് കാണണം. ഈ ഗേറ്റ് കാണുന്ന നമ്മള് ഷോൾഡർ ചരിച്ചിങ്ങനെ ഗേറ്റ് നമുക്ക് കാണുമ്പോഴേ എന്ത് ചെയ്യാവും, നിങ്ങൾ ഒടിച്ചു കൊടുക്കുക. അല്ല നമ്മൾ ഇവിടുന്ന് വരുമ്പോഴേ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഒടിക്കരുത്. അങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും, ഈ റൈറ്റ് സൈഡ് ചെയ്യുന്ന ഈ ഭാഗത്ത് നിന്ന് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നമുക്ക് ഷോൾഡർ വെച്ച് കാണുന്ന എന്ത് ചെയ്യുക, ഒടിച്ചു കൊടുക്കുക, പതിയെ അങ്ങോട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഒടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഷോൾഡർ വെച്ച് കാണുമ്പോൾ നമ്മൾ പിന്നെ ഒടിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് റൈറ്റ് സൈഡ് എന്തായാലും തട്ടത്തില്ല, ലെഫ്റ്റ് സൈഡ് തട്ടാൻ ചാൻസ് ഉള്ളൂ കൂടുതലായിട്ടും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് സൈഡ് ഫുൾ ഒടിച്ചതിന് ശേഷം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിനകത്തേക്ക് ഗേറ്റിനകത്തേക്ക് കയറി വന്ന് നോക്കുക. ഗേറ്റിനകത്തേക്ക് കയറി ഈ രണ്ട് തൂണ് കണ്ടില്ലേ, ഈ രണ്ട് ബീം, ഈ രണ്ടിന് ഉള്ളിലേക്ക് വണ്ടി കയറി നേരെയായെന്ന് കണ്ടു കഴിഞ്ഞാൽ വീല് നേരെയാക്കി എടുക്കാം. എന്നിട്ട് കയറി സ്ട്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ റിവേഴ്സ് എടുത്ത സമയത്തും നമ്മളിപ്പോ ഈ ഒരു സൈഡ് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത്, അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ബീമിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഗേറ്റിന് അതിനോട് ചേർന്നോട് തന്നെ ചേർന്ന് വരണം. കാരണം ചേർന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഒടിച്ചു കഴിഞ്ഞാൽ അവിടെ തട്ടാതെ ഫ്രണ്ട് തട്ടാതിരിക്കത്തുള്ളൂ. അതേ സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഗ്യാപ്പിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒടിക്കാൻ കഴിയത്തില്ല. ഒടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് അവിടെ തട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്തിറങ്ങി വരിക. ചേർത്തിറങ്ങി ഈ മൂല എത്തിക്കഴിയുമ്പോൾ ഫുള്ള് തന്നെ ഒടിച്ചാലേ എന്ത് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. അപ്പൊ കാണിച്ചതും പറഞ്ഞതും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യം ഉണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന ഒരു വീഡിയോ ചെയ്ത് കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം പ്രാക്ടീസിന് പോയതല്ല, പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നും പറയും. നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.